ഹലോ ഗൈസ്, ഹംസ അലി മസാനി രൺവീർ സിംഗിന്റെ ദുരന്തറിലെ ക്യാരക്ടറിന്റെ പേരാണ്. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത് ദുരന്തർ 2 ദ റിവഞ്ച്, ഡയറക്ടഡ് ബൈ ആദിത്യ ധർ. അദ്ദേഹം ഡയറക്ഷൻ മാത്രമല്ല, സ്റ്റോറി, പിന്നെ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ഡെബ്യൂട്ട് മൂവി നമുക്കറിയാം, ഉറി. അത് നാഷണൽ ലെവലിൽ തന്നെ ശ്രദ്ധ നേടിയ മൂവിയായിരുന്നു. നാഷണൽ അവാർഡ് വിന്നിംഗ് മൂവിയായിരുന്നു. അദ്ദേഹത്തിന്റെ സെക്കൻഡ് മൂവിയാണ് ദുരന്തർ ഫസ്റ്റ് പാർട്ട്. അദ്ദേഹത്തെ ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. 2025 ഡിസംബർ 5 ആ മൂവി റിലീസ് ചെയ്ത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് ഫസ്റ്റ് ഡേ 19 കോടി എന്തോ വേൾഡ് വൈഡായിട്ട് നേടിയിട്ടുള്ളൂ. സെക്കൻഡ് ഡേ ആയപ്പോൾ അത് 50 കോടിയായി. പിന്നെ അത് പിടിച്ചാൽ കിട്ടിയില്ല. ആദ്യമായിട്ട് ഇന്ത്യയിൽ മാത്രം 1000 crore ക്രോസ് ചെയ്യുന്ന മൂവിയായിട്ട് മാറി. വേൾഡ് വൈഡായിട്ട് 1500 കോടി കൂടുതൽ നേടി. ഇപ്പോഴും ആ മൂവി റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ദുരന്തർ 2 ദ റിവഞ്ചിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് അതിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് വേർഷനാണ്. നമുക്കറിയാം, പാകിസ്ഥാനിലെ ക്രിമിനൽ സിൻഡിക്കേറ്റ്, അത് മാത്രമല്ല അവരെ രാഷ്ട്രീയം, അതിലോട്ട് ഇന്ത്യ ഗവൺമെന്റ് ഒരു സ്പൈ അയക്കുന്നു. ആ സ്പൈ അയക്കുന്നത് ഈ പറഞ്ഞ നമ്മളെ രൺവീർ സിംഗ് ആണ് പോകുന്നത്. ഫസ്റ്റ് പാർട്ടിലുള്ളത് പോലെ തന്നെ നമുക്കറിയാം, പാകിസ്ഥാനിലൊരു ഭീകര രാഷ്ട്രമാണ്. അവരുടെ രാഷ്ട്രീയവും ഭീകര പ്രവർത്തനവും എല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ പല ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്ന പാകിസ്ഥാനിൽ നിന്ന് കയറ്റി അയക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് തകർക്കുന്നതും മറ്റ് പരിപാടികളുമാണ് ഈ മൂവിയിലുള്ളത്. ഈ പാകിസ്ഥാനിലുള്ള സീനൊക്കെ എടുത്തിട്ടുള്ളത് തായ്ലാൻഡിലെ ബാങ്കോക്കിലാണ്. അവിടെ സെറ്റിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കറിയാം, നല്ല എമൗണ്ട് ആയിട്ടുണ്ട്. ഈ പടം ഏകദേശം 300 കോടി ബഡ്ജറ്റായി എന്നാണ് കാണാൻ സാധിച്ചത്. ഈ മൂവി അഭിനയിച്ച രൺവീർ സിംഗ് ആയിക്കോട്ടെ, രൺവീർ സിംഗ് അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ച അർജുൻ റാംപാൽ ആയാലും, സഞ്ജയ് ദത്ത്, മാധവൻ, സാറ അർജുൻ, അക്ഷയ് ഖന്ന, എല്ലാം അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അതിന്റെ എടുത്തു പറയേണ്ട ഡയറക്ഷൻ തന്നെയാണ്. മേക്കിംഗ്, ഫോട്ടോഗ്രാഫി, മ്യൂസിക്, സോങ്, VFX വർക്കായാലും ഫൈറ്റ്, എല്ലാം രക്ഷയില്ലാത്ത മൂവിയാണ്. സത്യം പറഞ്ഞ ഓരോ ഇന്ത്യക്കാരനും കാണേണ്ട മൂവിയാണ്. ഓരോ രാജ്യസ്നേഹിയും ഈ മൂവി കാണേണ്ടതാണ്. നമ്മൾ എത്രയോ പടങ്ങൾ, പുറപ്പകണ്ട പടങ്ങൾ കണ്ട് പൈസ കളയുന്നു. ഇത് അതുപോലെയല്ല. രാജ്യസ്നേഹികളായിട്ടുള്ള എല്ലാ ഇന്ത്യക്കാർക്കും ഈ മൂവി ഇഷ്ടപ്പെടും. ഈ മൂവിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 4 മണിക്കൂറാണ്. ഏകദേശം 3 മണിക്കൂർ 55 മിനിറ്റാണുള്ളത്. പക്ഷേ ആ ടൈം നമുക്ക് ബോറടിക്കത്തില്ല, ലാഗില്ല. എല്ലാം മേക്കിംഗ് സ്റ്റൈലായാലും അതിൻ്റെ ഓരോ സീൻ ബൈ സീൻ ആയിട്ടുള്ള കോമ്പിനേഷൻ ആയാലും നമുക്ക് അത് ബോറില്ലാതെ നമുക്ക് ഈ മൂവി ഇഷ്ടപ്പെടും. എല്ലാവർക്കും വാച്ച് ചെയ്യാവുന്നതാണ്. ഫാമിലി ആയിട്ട് പോയി ഈ കുട്ടികൾ ഉൾപ്പെടെ നമുക്ക് കാണിക്കാം. കുട്ടികളെന്ന് പറഞ്ഞാൽ ഇത് 18+ ആണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം. എല്ലാ ഇന്ത്യക്കാരനും മസ്റ്റ് വാച്ച് മൂവി. സീ യു.